വയനാട് ദുരന്തത്തിൽ ഇതുവരെ 179 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 17 കുടുംബങ്ങളിൽ ഒരാൾ പോലും അവശേഷിക്കുന്നില്ല. ഈ കുടുംബങ്ങളിൽ നിന്ന് 65 പേരാണ് മരിച്ചതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തബാധിത മേഖലയിൽ 729 കുടുംബങ്ങളായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 219 കുടുംബങ്ങൾ നിലവിൽ ക്യാമ്പുകളിലുണ്ട്. മറ്റുള്ളവർ വാടക വീടുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ മാറിയിട്ടുണ്ട്. ഇവർക്ക് സർക്കാർ അനുവദിച്ച വാടക നൽകും. 75 സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കി കഴിഞ്ഞു. ഇവയിൽ 83 കുടുംബങ്ങളെ താമസിപ്പിക്കാൻ സാധിക്കും. സർക്കാർ കണ്ടെത്തിയ 177 വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായിട്ടുണ്ട്. അതിൽ 123 എണ്ണം നിലവിൽ മാറി താമസിക്കാൻ യോഗ്യമാണ്. 105 വാടക വീടുകൾ ഇതിനോടകം തന്നെ അനുവദിച്ചു നൽകിയിട്ടുണ്ട്. മരണപ്പെട്ട 59 പേരുടെ ആശ്രിതർക്ക് SDRF-ൽ നിന്നും 4 ലക്ഷം രൂപയും CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ അടക്കം 6 ലക്ഷം രൂപ വീതം ഇതിനോടകം വിതരണം ചെയ്തു. 691 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം വിതരണം ചെയ്തു. ഇതിനു പുറമെ 172 പേരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി 10,000 രൂപ വീതം കുടുംബങ്ങൾക്ക് കൈമാറി. 119 പേരെയാണ് ഇനി കണ്ടെത്താൻ അവശേഷിക്കുന്നത്. അവരുടെ ബന്ധുക്കളിൽ നിന്ന് 91 പേരുടെ DNA സാമ്പിളുകൾ പരിശോധിച്ച് നിർണയിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെയും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമാ മേഖലയിലെ ചൂഷണങ്ങളിൽ ഇരയ്ക്ക് ഉപാധികളില്ലാതെ പിന്തുണയും വേട്ടക്കാരോട് സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് പലവട്ടം സർക്കാർ സ്വന്തം പ്രവൃത്തി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ AY കാർഡ് ഉടമകൾക്ക് 13 ഇനങ്ങളുള്ള ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 6 ലക്ഷം പേർക്ക് 36 കോടി രൂപ ചെലവിലാണ് ഈ വർഷത്തെ കിറ്റ് വിതരണം ചെയ്യുന്നത്. സപ്ലൈകോ ഓണവിപണികൾ സെപ്റ്റംബർ 6 മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ജൈവ പച്ചക്കറിയും ഓണം ഫെയറുകൾ ഒരുക്കും. 13 നിത്യോപയോഗ സാധനങ്ങൾ മാവേലി സ്റ്റോറിൽ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഒഴിവാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഓണം വാരാഘോഷം ഒഴിവാക്കിയെന്ന് അറിയിച്ചതായിരുന്നു. അതിനെ തുടർന്ന് നിരവധി ആരോപണങ്ങളും ഉണ്ടായി. മാത്രമല്ല നിരവധി കലാകാരന്മാർക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാർത്താസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഓണം വാരാഘോഷം നിർത്തലാക്കി ഓണം വാരാഘോഷം ഇത്തവണ ഇല്ല എന്ന് അറിയിച്ചത്.